Boche Gold and Diamonds. Buy now, pay later. തിരുത്താഴെപ്പാലം പുതിയ പാലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തിയിടുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. മാത്രമല്ല, രാത്രിയിൽ ഈ ഭാഗത്ത് വെളിച്ചക്കുറവും വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. തിരൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. തിരുത്താഴെപ്പാലം പുതിയ പാലത്തിന്റെ ഒരു ഭാഗത്താണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടുന്നത്. പകൽ സമയത്തും രാത്രിയിലും ഒരുപോലെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് അപകടങ്ങൾക്ക് കാരണമാക്കുന്നതായ പരാതിയാണ് ഉയരുന്നത്. രാത്രിയിൽ ഈ ഭാഗത്ത് വെളിച്ചക്കുറവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. താഴെപ്പാലം സ്റ്റേഡിയം മുതൽ പാലം ആരംഭിക്കുന്ന ഭാഗം വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. പലതവണ പരാതികൾ ഉയർന്നെങ്കിലും ആരും വേണ്ടത്ര ഗൗനിക്കാറില്ല. രാത്രിയിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ ഒരു സിഗ്നൽ ലൈറ്റ് പോലും പ്രവർത്തിപ്പിക്കില്ല. ഇതെല്ലാം വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. താഴെപ്പാലത്ത് ഇപ്പോഴാണ് പുതുതായിട്ട് രണ്ടാമത്തെ പാലവും കൂടി നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് രാവിലെകളിൽ ഞങ്ങൾ വ്യായാമത്തിനൊക്കെ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവിടെ മൊത്തത്തിൽ വലിയ വണ്ടികൾ, ലോറികൾ, അതായത് നാഷണൽ പെർമിറ്റ് വണ്ടികളാണ് കൂടുതലും. അത് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച ആ പാലത്തിലേക്ക് കോഴിക്കോട് ഭാഗത്തു നിന്ന് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നേരിട്ട് കാണുന്നത് പഴയ പാലമാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് കയറണോ ഇങ്ങോട്ടേക്ക് കയറണോ എന്നുള്ളത്. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇടത് ഭാഗത്ത്, അതായത് KSEBക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗങ്ങളിൽ നിറയെ വണ്ടികൾ നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ റോഡ് പെട്ടെന്ന് അതൊരു പോക്കറ്റ് റോഡ് പോലെ തോന്നുകയും പല പ്രാവശ്യം നമ്മൾ ഈ ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വണ്ടികൾ അതിലേക്ക് കയറി വരുന്ന കാഴ്ച എനിക്ക് 2 തവണ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ റോഡ് മറച്ചിട്ടുകൊണ്ട് വലിയ വണ്ടികൾ ഇങ്ങനെ സ്ഥിരം നിർത്തിയിടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഒരു നടപടി എടുത്തതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, തിരൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഇതുമൂലം വലിയ ഗതാഗതക്കുരുക്കും പതിവാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്.